അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ആത്മഹത്യ ശ്രമം അല്ലെങ്കിൽ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന ഒരാൾ, അവർക്ക് എങ്ങനെ നമുക്കൊരു ഹെൽപ്പ് ഓഫർ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കേരളം ഇന്ത്യയിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ നമ്മുടെ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ചലഞ്ചാണ് നമ്മളെ കാണിക്കുന്നത്. വെച്ചാൽ നമ്മൾ എന്തായാലും മെൻ്റലി സൗണ്ട് ആണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു ഫെനോമിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണുന്നതിന് കഴിഞ്ഞും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതൊരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമായിട്ട് അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഇതിനകത്തുണ്ട്. കൃഷിനാശം സംഭവിച്ച് സൂയിസൈഡ് ചെയ്യുന്ന കർഷകരുടെ കാര്യം മുതലിങ്ങോട്ട് നമുക്കറിയാം നമ്മുടെ ഒരുപാട് ക്ലിനിക്കലി അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഈ സൂയിസൈഡിനകത്തുണ്ട്. ഒരുപാട് പേഴ്സണാലിറ്റി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡിപ്രഷനൊക്കെയും പലപ്പോഴും നമ്മൾ അറിയാതെ ഒരു ഐഡിയൽ എക്സ്പെക്റ്റേഷനും ഒരു റിയൽ സ്റ്റേറ്റുമായിട്ടുള്ള ഒരു അന്തരം പലരെയും വളരെ മെൻ്റലി വൾണറബിൾ ആക്കുന്നുണ്ട്. ഈ സൂയിസൈഡുകൾ പലപ്പോഴും ആഘോഷിക്കപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള സൂയിസൈഡുകളെ കുറിച്ചുള്ള വർണ്ണനകൾ അത് നമുക്കറിയാം ഒരു തരത്തിൽപ്പെട്ട ഒരു പ്രസിദ്ധിയും കൂടെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്നാണ് പറയുന്നത്, ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടും.